പാടും. ആ പാട്ടിന്റെ കുട്ടി ഒന്ന് പാടിയാണ് പഠിക്കാം. നല്ല അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പോ അടികൊണ്ട് വരികയാണ്. നല്ല രസമുണ്ട്. ഇപ്പോ വന്നത് തന്നെ ഗുഡ് ഫുഡ് കഴിക്കാനാണ് അല്ലേ? ഗുഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഫുഡാണ്. ഗുഡ് അടി എന്ന് പറഞ്ഞാലോ നല്ല അടിയാണ്. അപ്പൊ വേദിയിൽ നിൽക്കുന്ന വേദിയക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മധ്യത്ത് നിൽക്കുന്ന മധ്യക്ഷൻ, വണ്ടി പോണോടത്തുനിന്ന് കുറച്ചും ഇങ്ങോട്ട് കയറിക്കാൻ പറഞ്ഞു എല്ലാവരും. അപ്പൊ ഇവിടെ വന്നതിനെ അടിച്ചു പൊളിക്കാനാണ് അല്ലേ? ഇതെന്താ മുണ്ടാളക്കളൊന്ന് കൈയടിക്കേ. അതാണ് രണ്ടു വാക്ക് പറഞ്ഞു. അത്ര എനർജി നല്ലോണ്ട് ഒന്ന് കൈയടിച്ചാൽ അവന്ന് കളറാക്കിയിട്ട് പോവാം. എന്തായാലും ഗുഡ് ഫുഡ് റെസ്റ്റോറന്റിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഈ സ്റ്റേജ് വരെ എത്തിച്ച, നമ്മളെ ഈ നിലയിൽ എത്തിച്ച നമ്മളെ മുത്തുമണികളെല്ലാവരും കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. എന്റെ ബാക്കിലുള്ള ഗുണി ഇതിന് ഞാൻ വെറുതെ അടിച്ചത്. അപ്പോ എന്താന്ന് വെച്ചാല് പണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മളെ ചെറുപ്പകാലത്തിലൊക്കെ ഒരു നേരത്തെ അന്നത്തിനും വേണ്ടിയിട്ട് ആൾക്കാർ നടക്കുകയായിരുന്നു. ഒരു നേരത്തെ അന്നത്തിനും വേണ്ടി നടക്കുക. ഇപ്പൊ ഒരു നേരം അന്നം തിന്നിട്ട് ഏറിയിട്ട് നടക്കുകയാണ് അല്ലേ? അപ്പൊ അതിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഈ ഹോട്ടൽ വന്നിട്ടുള്ളത് അല്ലേ? ഗുഡ് ഫുഡ് എന്നല്ല, അതില് കുറച്ച് ഐറ്റംസുകളാണ് വെറൈറ്റി. പഴംപൊരി, ബീഫ്, അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ഐറ്റംസുകളാണ്. അല്ലാതെ മന്തി, ഹിന്ദി അങ്ങനത്തെ സാധനങ്ങളല്ല. ബിരിയാണി അങ്ങനത്തെ ഒന്നല്ല. ബിരിയാണി ഉണ്ട്. അപ്പോ വേറെ അങ്ങനത്തെ കുറെ വെറൈറ്റി ഐറ്റംസുകളുണ്ട്. പൂള, ബീഫ് ഒക്കെ തിന്നിട്ടേ പോകുള്ളൂ. അതല്ല, അത് ഈ നാട്ടുകാർക്കുള്ളതാണ്. ഇത് ഡൈലി വരും. അങ്ങോട്ട് വരുമോ? ആയിക്കോട്ടെ. നല്ലൊരു കൈ കൂടി ഇടക്കിടക്ക് വരെ നോണം കേട്ടോ. അതിനൊരൊറ്റ പണിയുണ്ട്. എന്താണ് അതിനൊരു പണിയുണ്ട്? അതന്നെ ഞാൻ പറഞ്ഞുതരാം പണി എന്താന്നുള്ളത്. കുഞ്ഞാപ്പ് ഒരു പാട്ട് പാടും, അതിനൊപ്പങ്ങൾ പാടുമോ? ഉറപ്പല്ലേ? ഒന്ന് പാടിക്കോ. ഞാൻ മൈക്കൊന്ന് കൊടുത്തു കൊടുക്കും. അത് കൊമ്പങ്ങാട് തറവാട്ടിലെ പാട്ടാണ്. പാടുവോ? ഉറപ്പാ? കൊമ്പങ്ങാട് കോയ ആ വെളിപ്പത്തിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണേ, കൊമ്പത്തിരുന്ന് പാടണേ, പാടണേ. ഇപ്പോളെ കൊണ്ടൊരു പാട്ട് പാടും. ആ പാട്ടിന്റെ കുട്ടി ഒന്ന് പാടിയാണ് പഠിക്കാം. നല്ലൊരു കയ്യിലെടുത്ത് അതിനെ കാണണ്ടൊക്കെ. അടിപൊളി. സാധാരണ കുട്ടികൾക്ക് പേടിണ്ടാവില്ലേ? പോലെ നമ്മളടുത്ത് പോയി പേടിച്ചൊന്നുമില്ല. പാടുന്നുണ്ട്. കൂളായിട്ട് പാടാണ്. ഓള് പാടാനായിട്ട് വന്നു, തയ്യാറായി വന്ന പോലെ. എന്തായാലും ഒരുപാട് സന്തോഷം. എന്താ വേണ്ടു പറയും. നിങ്ങൾക്ക് അടി മാത്രം പറയാം. ആ വീഡിയോയിൽ മാത്രം കണ്ടാൽ മതി. പോരെ? അതാ നല്ലത്. ബാക്കിയുള്ളത് എന്ത് വേണമെങ്കിലും പറഞ്ഞോളി. ഇന്നത്തെ ദിവസം അടിയില്ലാതെ പോയി കൊടുത്തിട്ടാണ്. ചവിട്ടോ വേറെന്താണ്ട്
ഒരു സ്റ്റാർട്ടിങ് പഴംപൊരി ബീഫ് അത് പോകുമ്പോ അതല്ല ഒരു മിമിക്രി ആവാൻ പറ്റുമോ കുഞ്ഞാപ്പോ പോയോ ബുക്കെടുക്കേ ഒരു മിമിക്രി എടുത്തു പടച്ചോനെ ബോക്സിന്റെ മുകളിലൊക്കെ ആൾ കയറിയിരുന്നു ആ എനിക്കല്ല ഓൽക്കാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മിമിക്രി ഇഷ്ടമാണോ നിങ്ങൾക്ക് MIT മൂസ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് കണ്ടിട്ടോ അതിലുണ്ട് സുരഭി എന്ന് പറയുന്ന ഒരു പാത്തു എന്ന് പറഞ്ഞാലേ ഒരു അറിയുള്ളൂ പാത്തു അപ്പൊ അതിന്റെ സൗണ്ട് എടുത്ത് സപ്പോർട്ട് ചെയ്യോ ഉറപ്പാ മീൻകാരൻ മൂസ എന്നെ കിട്ടിയതിന്റെ സമ്മതം ഉണ്ടായിട്ടോ ഇന്നേക്ക് ദുർഗാഷ്ടമി അന്നെ നമ്മളെ കൊന്ന് അന്റെ രക്തത്തെ നമ്മളെ കുടിച്ച് ഓങ്ങാല നടനുമാടും അവന്റെ മൂസക്കായേ മാണ്ടാന്നൊന്നും പറയല്ലേ ജഡ്ജസ് കുത്തിരിക്കുണ്ട് കഴിയൂ നല്ലൊരു കയ്യടിക്കാൻ വേണ്ടി വേറെ പറഞ്ഞോ അടുത്തത് നമ്മളെ ഉലക നായകൻ കമലഹാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് മൂപ്പരൊരു പാട്ട് പാടിയിട്ട് പണ്ട് കൺമണി അൻപോട് കാതലൻ എന്ന് പറഞ്ഞിട്ട് കേട്ടുണ്ടോ അപ്പൊ അതിന്റെ മുന്നേ മൂപ്പര് 2-3 ഡയലോഗുകളൊക്കെ പറയും അല്ലേ അപ്പൊ ആ സൗണ്ട് എടുത്ത് സപ്പോർട്ട് ചെയ്യോ ഉറപ്പാ കൺമണി അൻപോട് കാതലൻ நான் எழுதும் கடிதமே இல்லை கடிதமே எனக்கு என்ன காயம் இருந்தாலும் என் உடம்பு தாங்கிக்கும் உடம்பு தாங்குமா தாங்காது மனித உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல அதையும் தாண்டி புனிதமானது தேங்க்யூ ഇഷ്ടമായോ താങ്ക് യു ഹലോ നല്ല കൈ അടിച്ചില്ലേ ഇനിയിപ്പോ എന്താ നമ്മൾ കാട്ടെ ഞാൻ ഒരുപാട് കുഞ്ഞാപ്പൂരി ഞാൻ അടിച്ചെന്ത അടി കിട്ടിയിട്ട് നോക്കാൻ കോലം അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2025 കൂടി പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അതായത് ലാല പെർഫ്യൂംസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ പേരിൽ. അപ്പൊ അതിന് എല്ലാരും നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് തന്ന അതേപോലെ തന്നെ ഒരു സഹകരണം സപ്പോർട്ട് നിങ്ങളടുത്ത് നിന്ന് വേണം. അപ്പൊ അതിന്റെ ഒരു ലോഞ്ചിങ് ഈ മാസം ലാസ്റ്റ് ആയിട്ട് ഏകദേശം ഉണ്ടാവും. അപ്പോ അതിന്റെ ഒരു മുന്നോടിയായിട്ട് അതിന്റെ സാമ്പിൾ ആയിട്ട് നമ്മള് ഒരു ചോദ്യം ഞാൻ ചോദിക്കും. ഒരു പെർഫ്യൂം കൊടുത്തൂടെ? കൊടുക്കാം. അപ്പോ ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയാം. പഠിക്കുന്ന കുട്ടികളല്ലേ? നല്ല പഠിക്കലുണ്ടോ? കണക്കിലെങ്ങനെ? നല്ലതാ. കണക്കിലൊക്കെ കണക്ക് തന്നെയാണ്, കുഴപ്പമില്ലാന്നോ? എന്നാ ചോദിക്കട്ടെ, 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതിലെത്ര 9 ഉണ്ട്? 9 ഇത് കൊണ്ടല്ലേ പറയും. ഞാൻ ഇതിന്റെ എന്തിനാ പേടിക്കണേ? അഭിനയിക്കൂലാന്നോ? ഒരാൾക്ക് അഭിനയിച്ചൂലാന്നോ? ഒരാളെ അഭിനയിച്ചൂലാന്നോ? മതി. പേടിക്കോ? ഉത്തരം പറ. 20 അല്ലേ പറഞ്ഞേ? അത് രണ്ടാളും കൂടെ പറയാം. പറഞ്ഞോ എണ്ണിക്കോ. 1 2 3 4 5 6 അടിപൊളി. നല്ലൊരു കൈ കൊടുത്താണ്. നല്ലൊരു കൈ കൊടുക്കേ. നല്ലൊരു പാട്ടായാലോ? സപ്പോർട്ട് ചെയ്യോ? എവിടെ നിങ്ങളൊക്കെ?